വിദേശ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. സതീശനെതിരായ അന്വേഷണം പൂർണ്ണമായി അവസാനിപ്പിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഔദ്യോഗികമായി വ്യക്തമാക്കി. മുൻ സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രേരിതമായി ആരംഭിച്ച അന്വേഷണമാണ് ഇപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ വിജിലൻസ് അവസാനിപ്പിച്ചത്. ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2018 പ്രളയകാലത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നാടൊട്ടാകെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ പറവൂർ നിയോജക മണ്ഡലത്തിൽ പ്രളയത്തിൽ വീടും സർവസ്വവും നഷ്ടപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ അന്നത്തെ എം.എൽ.എയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശൻ ആവിഷ്കരിച്ച ഒരു ജനകീയ പദ്ധതിയായിരുന്നു പുനർജനി. പ്രളയത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിച്ചു നൽകുക, നിർധനരായ കുടുംബങ്ങൾക്ക് അതിജീവനത്തിനുള്ള വഴിയൊരുക്കുക എന്നിവയായിരുന്നു ഈ പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ ജീവകാരുണ്യ പദ്ധതി വലിയൊരു രാഷ്ട്രീയ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. പദ്ധതിയുടെ മറവിൽ വൻതോതിൽ വിദേശ ഫണ്ട് പിരിച്ചുവെന്നും ഫണ്ട് വിനിയോഗത്തിൽ വലിയ തോതിലുള്ള അഴിമതിയും ക്രമക്കേടുകളും നടന്നിട്ടുണ്ടെന്നും ആരോപിച്ചുകൊണ്ട് ചാലക്കുടി കാതികുളം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെയ്സൺ പന്നിക്കുളങ്ങരയാണ് ആദ്യമായി രംഗത്തിറങ്ങിയത്. പദ്ധതിക്ക് ഔദ്യോഗിക അനുമതിയില്ലാതെ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി വി.ഡി. സതീശൻ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുവെന്നും വിദേശ സംഭാവന നിയന്ത്രണ നിയമമായ FCRI ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടുവെന്നുമായിരുന്നു പ്രധാന ആരോപണം. ലണ്ടനിലും ഗൾഫ് രാജ്യങ്ങളിലും നടത്തിയ പര്യടനത്തിൽ ഓരോരുത്തരിൽ നിന്നും വലിയ തുക സംഭാവനയായി വാങ്ങിയെന്നും ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പിൽ സുതാര്യത പാലിച്ചില്ലെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. തുടർന്ന് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പ്രസ്തുത ഘട്ടത്തിൽ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഹർജികൾ തള്ളിക്കളയുകയായിരുന്നു. എന്നിരുന്നാലും രാഷ്ട്രീയ കേരളത്തിൽ ഈ വിഷയം വലിയ ചർച്ചയായി നിലനിൽക്കുകയും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. വിജിലൻസിന്റെയും വിവിധ അന്വേഷണ ഏജൻസികളുടെയും കടുത്ത നിരീക്ഷണങ്ങൾക്കാണ് പിന്നീട് പറവൂരിലെ പുനർജനി പദ്ധതി വിധേയമായത്. പരാതിക്കാരൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കേസിൽ കഴമ്പില്ലെന്നും മതിയായ തെളിവുകളില്ലെന്നും ചൂണ്ടിക്കാട്ടി കോടതി ആ ഹർജികൾ തള്ളിക്കളഞ്ഞു. പദ്ധതിയുടെ ഫണ്ട് ഇടപാടുകൾ പൂർണ്ണമായും പരിശോധിക്കപ്പെട്ടു. അന്വേഷണത്തിൽ വ്യക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ കൈകാര്യം ചെയ്തത് എറണാകുളം ആസ്ഥാനമായ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണെന്നതാണ്. വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക്, അതായത് വി.ഡി. സതീശന്റെയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയോ അക്കൗണ്ടുകളിലേക്ക് പദ്ധതിയുടെ ഫണ്ട് വന്നിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. പണം വകമാറ്റി ചിലവാക്കിയതിനോ അഴിമതി നടത്തിയതിനോ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ തക്ക തെളിവുകളില്ലെന്നും വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള യാതൊരുവിധ കുറ്റകൃത്യങ്ങളും വി.ഡി. സതീശൻ ചെയ്തതായി കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആയില്ല. ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും വളരെ നിർണായകമായ പ്രതികരണങ്ങളാണ് പിന്നീടുണ്ടായത്. വിജിലൻസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വി.ഡി. സതീശനെതിരെ നിലനിൽക്കാൻ തക്ക നിയമപരമായ തെളിവുകളൊന്നുമില്ലെന്ന് വ്യക്തമാക്കപ്പെട്ടു. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ നിരന്തരം ഉന്നയിക്കപ്പെട്ടതെന്നും നിയമപരമായി എന്തുതരം അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും വി.ഡി. സതീശൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. മുൻകാലങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉയർത്തിക്കൊണ്ടുവന്ന ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിജിലൻസ് അന്വേഷണത്തിലൂടെ തന്നെ ബോധ്യപ്പെട്ടതായി രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. പ്രളയ ദുരിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ഒരുപിടി മനുഷ്യരുടെ കണ്ണീരൊപ്പാനെന്ന് അവകാശപ്പെട്ടു തുടങ്ങിയ ഒരു ജീവകാരുണ്യ പദ്ധതി ഒടുവിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നിയമപോരാട്ടങ്ങളിലൊന്നായി മാറുകയായിരുന്നു. വർഷങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും വിജിലൻസ് അന്വേഷണങ്ങൾക്കും ഒടുവിൽ വി.ഡി. സതീശനെതിരായ അഴിമതി ആരോപണങ്ങളിൽ വ്യക്തത വരികയും വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് വന്നിട്ടില്ലെന്നുള്ള കണ്ടെത്തലുകൾ പുറത്തുവരുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറുകയാണ്. ആരോപണങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നും നല്ല ഉദ്ദേശത്തോടെ ചെയ്ത ഒരു ജനകീയ പദ്ധതിയെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയാണെന്നും വി.ഡി. സതീശനും കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ച് വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ സതീശന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു.